പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടരുന്നതിനിടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകിയിരുന്നു. അത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വിദേശയാത്ര ഒഴിവാക്കുക, വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കുക, ആഡംബരത്തിനായി സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. ഇതിലാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. വലിയ ആശങ്ക എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇത് പറഞ്ഞു എന്ന് ഒക്കെ മായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹൈദരാബാദിൽ ഒരു പൊതു പരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർക്കുള്ള മാർഗനിർദ്ദേശം എന്ന നിലയിലാണ് മോദി ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. വിദേശയാത്ര ഒഴിവാക്കണം, വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കണം, ആഡംബരത്തിനായി സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മോദി മുന്നോട്ട് വെച്ചത്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാൻ മെട്രോ ട്രെയിനുകളും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കണം എന്ന ഒരു നിർദ്ദേശവും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കണം എന്നത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണം എന്നത് മോദി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ദൈനംദിന ആവശ്യങ്ങൾക്കായി തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണം തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണം എന്നത് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും മോദിയുടെ സ്വയം നിയന്ത്രണ നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ ചർച്ച ചെയ്യും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇക്കാര്യത്തിൽ ബോധവൽക്കരണത്തിന് കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ വരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ഈ നിർദ്ദേശങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഭാഗിക ലോക്ക്ഡൌൺ ഒന്നും തൽക്കാലം പരിഗണനയിലില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണത്തിനാണ് ഈ മോദിയുടെ അഭ്യർത്ഥന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടുതൽ ആർജവത്തോടുകൂടി ആ നിയന്ത്രണങ്ങളിലേക്ക് കടക്കും എന്നതിന്റെ സൂചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ ചർച്ചയും കൂടിയാകുന്നുണ്ട്. വലിയ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. അത് മോദിയുടെ കഴിവുകേടിന്റെ സൂചന എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നതാണ് രാഹുൽ ഇതിനോട് പ്രതികരിച്ചത്. എന്ത് വാങ്ങണം, എവിടെ പോകരുത് എന്നൊക്കെ ഉപദേശിക്കുന്നത് ഈ ഭരണത്തിലുണ്ടായിട്ടുള്ള വീഴ്ച മറയ്ക്കാനാണ് എന്നതാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നത്. വിമർശനവുമായി NK പ്രേമചന്ദ്രൻ രംഗത്ത് വരുന്നതും കണ്ടു. ഭാഗിക ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് എന്നതാണ് NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. തെലങ്കാനയിൽ മോദി പറഞ്ഞത് എന്തായാലും അതൊരു ഭാഗിക ലോക്ക്ഡൌൺ ആണ് എന്നത് NK പ്രേമചന്ദ്രൻ MP ചൂണ്ടിക്കാട്ടുന്നു. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായി പ്രതിസന്ധി രൂപപ്പെട്ടിട്ട് കുറേയധികം കാലമായി. പക്ഷേ ഇത്രയും കാലം മതിയായ ആലോചനയോ ചർച്ചയോ വ്യക്തമായ പാക്കേജോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ. പകരം വളരെ കാഷ്വലായി ഒരു പ്രശ്നത്തെ കാണുകയും അതിൽ ചില പരാമർശങ്ങൾ, നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നടത്തുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് NK പ്രേമചന്ദ്രൻ MP ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നിർദ്ദേശങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരിൽ വലിയ ആശങ്കയാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ പെട്രോൾ, ഡീസൽ വിലയിൽ വലിയ വർധന ഉണ്ടാകും എന്നതിൻ്റെയൊക്കെ ആശങ്ക, അതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ എന്നതൊക്കെ ചർച്ചയാകുന്നു. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകുന്നു. ലോകത്ത് ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വർഷം തോറും 700 മുതൽ 800 ടൺ വരെ സ്വർണമാണ് ഇന്ത്യയിൽ ഉപഭോഗം ചെയ്യപ്പെടുന്നത്. സ്വർണം എത്ര വില കൂടിയാലും നമുക്കറിയാം, ഈ ജ്വല്ലറികളിലൊന്നും ആളുകൾ കുറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്വർണം വാങ്ങുന്നവരാണ് മലയാളികളും. എന്തുകൊണ്ടാണ് അപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ സ്വർണം വാങ്ങരുത് എന്ന് പറയുന്നത്? അങ്ങനെ വലിയ ആശങ്ക ആളുകളിൽ ഉണ്ടാകുന്നു. കല്യാണ ആവശ്യങ്ങൾക്കൊക്കെയായി സ്വർണം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതിന് കാത്തിരിക്കുന്നവരൊക്കെ വലിയ ആശങ്കയിലാണ്. എന്തുകൊണ്ട് സ്വർണം വാങ്ങരുതെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഒരു വർഷത്തേക്ക് എന്നുള്ള വലിയ ആശങ്ക അവരുടെ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് എന്നത് കൂടി നമ്മൾ പരിശോധിച്ചാൽ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ്. ക്രൂഡ് ഓയിൽ വില ഉയരുകയും വിദേശ നാണ്യ ശേഖരത്തിൽ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടുകൊണ്ട് സ്വർണം വാങ്ങരുത് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്കും സ്വർണത്തിനുമൊക്കെ നമ്മൾ പണം കൊടുക്കണം. അത് ഡോളറിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുന്നത്. എണ്ണവില വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഡോളർ എണ്ണ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരുന്നു.
ഇതോടൊപ്പം തന്നെ നമ്മൾ ഉപഭോഗത്തിന് വേണ്ടി കൂടുതൽ സ്വർണവും വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അതിലും സ്വർണവും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അതിനും കൂടുതൽ ഡോളർ ആവശ്യമായി വരും. അപ്പോൾ രൂപയുടെ മൂല്യം വലിയ രീതിയിൽ ഇടിയുന്നതിന് ഇത് കാരണമാകും. വിദേശ നാണ്യ ശേഖരം കുറയുന്നതിന് കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് സ്വർണം വാങ്ങുന്നത് 1 വർഷത്തേക്ക് മാറ്റിവെക്കുക എന്ന അഭ്യർത്ഥന പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആഗോള പ്രതിസന്ധി സമയത്ത് കുടുംബങ്ങൾ വലിയ അളവിൽ ഇറക്കുമതി ചെയ്ത സ്വർണം വാങ്ങുമ്പോൾ ഈ കൂടുതൽ ഡോളർ രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാജ്യം സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിനേക്കാൾ കൂടുതൽ വിദേശ കറൻസി ചെലവഴിക്കുന്നത് രൂപയെ ദുർബലപ്പെടുത്തും. അത് വലിയ രീതിയിൽ നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയുന്നതിന് ഇടയാക്കും. നേരത്തെയും ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളിൽ സ്വർണ്ണ ഇറക്കുമതി നിരുത്സാഹപ്പെടുത്താനും കുറയ്ക്കാനും ഒക്കെ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു നിർദ്ദേശത്തിന്റെ രൂപത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വർണ്ണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തവണകളിൽ ഒക്കെ വളരെ ബോധപൂർവമുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കുക, രൂപയെ സ്ഥിരപ്പെടുത്തുക, രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നത് കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു ഉപദേശത്തിന്റെ രൂപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണ ഉപഭോഗം നിയന്ത്രിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഈ സ്വർണ്ണാഭരണ വിപണിയെ തകർക്കുമെന്ന ആശങ്ക വ്യാപാരികൾക്കിടയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. വിവാഹ സീസണിടയിൽ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായ നീക്കം ജ്വല്ലറി മേഖലയെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരികളുടെ സംഘടന കേന്ദ്ര സർക്കാരിന് തന്നെ കത്ത് നൽകിയിരിക്കുക കൂടിയാണ്. ലോകത്ത് ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സ്വർണം ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തൊഴിൽ മേഖല തന്നെയുണ്ട്. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ, അവർക്ക് അവരുടെ ജോലി നഷ്ടം ഉണ്ടാകുന്ന, അവർക്ക് ശമ്പളം കുറയുന്ന, അവർക്ക് ജോലിയുടെ പ്രവൃത്തി ദിനങ്ങൾ കുറയുന്ന സാഹചര്യത്തിനൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ആഹ്വാനം വഴിവെക്കും എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ വ്യാപാരികൾ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അവർ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. വിവാഹ സീസണുകളാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ആ രീതിയിലുള്ള പർച്ചേസ് നടക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നത് മേഖലയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഉപഭോക്താക്കളിൽ ഭയം സൃഷ്ടിച്ച് ഈ സ്വർണം വാങ്ങാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നു എന്നതൊക്കെയാണ് അവർ ആശങ്കയായി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കാനുള്ള സാധ്യതകൾ ശക്തമാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത്. ഇത് നേരത്തെയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നതാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വർഷങ്ങളെടുക്കും എന്ന ഒരു കാര്യം പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്രയും വലിയ ആഘാതം നമ്മുടെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ മാത്രമല്ല പല രാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക രംഗത്ത് ഈ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള ആസൂത്രണത്തിലും നടപടികൾ എടുക്കുന്നതിലുമൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്, അതിൽ നടപടികൾ മന്ദീഭവിച്ചിട്ടുണ്ടോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടതാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ വലിയ വിവാദമായി ഈ വിഷയം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ചർച്ചകൾ നടക്കട്ടെ, അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കട്ടെ. അതേസമയം സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നതൊക്കെ നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കല്യാണത്തിനും ആർഭാടത്തിനുമൊക്കെ സ്വർണത്തിന്റെ ഉപയോഗം ഇതിനോടകം തന്നെ അമിതമായ ഉപയോഗമാണ് രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഉള്ളത് എന്ന കാര്യം വാസ്തവമാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം അത് എപ്പോഴും കരുതലോടെ വേണം എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പൂളിംഗ് സംവിധാനം ഒക്കെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം എപ്പോഴും അത് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിലും പ്രായോഗികമാക്കേണ്ടതാണ്. അത് ആ രീതിയിൽ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ്. അത് നമുക്ക് തുടരാം. അതേസമയം ഈ സിറ്റുവേഷനെ മറികടക്കുന്നതിൽ വേണ്ടുന്ന ആസൂത്രണങ്ങൾ നടത്തുന്നതിലൊക്കെ കേന്ദ്ര സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്നുണ്ട്. അക്കാര്യങ്ങളിൽ പരിശോധനകളും ചർച്ചകളും തുടരട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.